ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സദ്വാർത്തയുടെ 13ാമത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. തിരുപ്പിറവിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വീടുകളിലൊക്കെ ഒരുക്കങ്ങളൊക്കെ മെല്ലെ ആരംഭിച്ചിട്ടുണ്ടാകും. നക്ഷത്രമൊക്കെ ആദ്യമേ തന്നെ തൂക്കിയിട്ടുണ്ടാകണം അല്ലേ? ഇനിയിപ്പോൾ പതുക്കെ പുൽക്കൂടിൻ്റെയൊക്കെ സമയമായി. കുട്ടികളൊക്കെ പരീക്ഷാക്കാലമൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ പുൽക്കൂടൊക്കെ പണിയാൻ തുടങ്ങും. പണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഈ ഓരോന്നൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയത് അന്നത്തെ നമ്മുടെ എന്താ പറയേണ്ടത് ബാല്യത്തിൻ്റെ ചാബല്യങ്ങളല്ലേ. അന്ന് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധ മുഴുവൻ മല ഉണ്ടാക്കാനും കുളം ഉണ്ടാക്കാനും ഒക്കെ ആയിരുന്നു. അടുക്കളയിലെ കറിച്ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കുളമാക്കി വെച്ചതും, പിന്നെ മല വേസ്റ്റ് ബോർഡ് കൊണ്ടൊക്കെ മല ഉണ്ടാക്കിയതും, അതിൽ മണ്ണ് തേച്ച് മലയുടെ ഷേപ്പാക്കി മാറ്റിയതും ഒക്കെ ഓർമ്മയിലുണ്ട്. അങ്ങനെ പല രീതികളിൽ നമ്മളിങ്ങനെ പുൽക്കൂടിൻ്റെ ഓരോ ഐഡിയ. ഇന്നിപ്പോൾ പുൽക്കൂടുകളൊക്കെ ഭയങ്കര വലിയ പ്രൊജക്റ്റുകളായിരിക്കുകയാണ് അല്ലേ? വീടുകളിൽ പുൽക്കൂട് കുറയുന്നു. അതേസമയം ദേവാലയങ്ങളിലെ നമ്മുടെ യുവജനങ്ങൾ ഇപ്പോൾ കുറയുന്നു. അത് അധികം കാലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഉള്ള യുവജനങ്ങളൊക്കെ അവർ ഭയങ്കര എസ്റ്റിമേറ്റൊക്കെ ഇട്ട് സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ച് ഭയങ്കര കാര്യമായിട്ടൊക്കെ പുൽക്കൂടൊക്കെ പണിയുന്ന കാലമാണ്. അതിലേക്ക് അടുത്ത് വരികയാണ്. എൻ്റെ ഇടവകയിലെയും പിള്ളേർ ഓരോ വർഷം ഓരോ കൺസെപ്റ്റൊക്കെ. കഴിഞ്ഞ വർഷം അവർ കിണറിനകത്തായിരുന്നു പുൽക്കൂട്. എൻ്റെ ഇടവകയിലെ യുവജനങ്ങൾ കഴിഞ്ഞ വർഷം കിണറിനകത്ത്, അതിന് മുമ്പത്തെ വർഷം മണിയായിരുന്നു, ദേവാലയ മണിക്കകത്തായിരുന്നു പുൽക്കൂട്. അപ്പോൾ ഓരോ തവണയും ഓരോ ഇങ്ങനത്തെ ഐഡിയ ഒക്കെ വരും. ഇത്തവണ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് അറിയാമോ? ഇത് കേൾക്കുന്ന അതിന് പറ്റുന്ന ആവതും ആരോഗ്യമുള്ളവർ ചെയ്യേണ്ടത് എല്ലാ വീടുകളിലും ഒരു പുൽക്കൂട് ഒരുക്കുക. അങ്ങനെ വലിയ ചിലവാകത്തില്ലെങ്കിൽ, അതിൻ്റെ ആ പുൽക്കൂടിൻ്റെ സെറ്റിന് വലിയ വിലയില്ലാതെ കിട്ടുമെങ്കിൽ നിങ്ങൾക്കൊരു ഭാരമാകാൻ വേണ്ടി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ അത് അടുത്ത സ്ട്രെസ്സാക്കണ്ട. ചിലർക്ക് അങ്ങനെയാണ്. ഇതൊക്കെ കേട്ട് കഴിയും പിന്നെ ചെയ്ത് തീർത്തില്ലെങ്കിൽ ഭയങ്കര മനസമാധാനക്കേടാണ്. അതിൻ്റെ ആവശ്യമില്ല. ഞാനൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നതേ ഉള്ളൂ. വീടുകളിൽ നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പുൽക്കൂടൊക്കെ ഒരുക്കുക. അതിന് കുഞ്ഞുങ്ങളുടെ തലയിൽ തന്നെ വെച്ച് കൊടുക്കണ്ട. അപ്പനും അമ്മയും മക്കളും കൂടെ ഒക്കെ ഒരുമിച്ച് അതൊരു എഫേർട്ടാണ്. നമ്മുടെ ഓർമ്മയിൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ, ഈ തലമുറയ്ക്ക് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ അങ്ങനെ പുൽക്കൂട് ഒരുക്കിയ ഒരു ഓർമ്മ നമ്മുടെ ക്രിസ്മസ് ഓർമ്മയുടെ ഭാഗമായിട്ടില്ലേ? അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കും വേണ്ടേ കാലം കുറേ കഴിയുമ്പം അത്തരം ഓർമ്മകൾ വീട്ടിൽ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വേഴങ്കോലം എന്നൊക്കെ പറയും. അതുകൊണ്ടൊക്കെ ഇങ്ങനെ വളച്ചൊക്കെ ഇങ്ങനെ ആർച്ചൊക്കെ ഉണ്ടാക്കി. എൻ്റെ മമ്മിയുടെ ആങ്ങള ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛനപ്പോൾ ആ കാലത്ത് സെമിനാരിക്കാരനായിരുന്നു. അവധിക്ക് നാട്ടിൽ വരും. അദ്ദേഹമാണ് എന്നെ സഹായിച്ചിരുന്നത് ഇതൊക്കെ ഉണ്ടാക്കാനും മത്സരത്തിന് പേര് കൊടുക്കാനും ഒക്കെ. അതൊക്കെ ഓർമ്മകളുടെ ഭാഗമാണ്. മുതിർന്നവരങ്ങനെ സഹായിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ്. അതുകൊണ്ട് സദ്വാർത്ത കൂടുന്ന എല്ലാ വീടുകളിലും ഇത്തവണ ചെറുതാണെങ്കിലും സാരമില്ല, ഒരു പുൽക്കൂട് ഒരുക്കാൻ മാതാപിതാക്കളും മുതിർന്നവരും ഒക്കെ താല്പര്യം കാണിച്ച് കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടി. ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് വലിയ താല്പര്യം കാണത്തില്ലെന്നും, അവർക്ക് ഇൻട്രസ്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ അവർക്കും ഈ മൊബൈലിൽ നിന്നും ഈ ടി വിയിൽ നിന്നും ഒക്കെ ഒന്ന് മാറാൻ, ശ്രദ്ധ മാറ്റാൻ ഒരു നല്ല കാര്യമായിരിക്കത്തില്ലേ? എല്ലാ വീടുകളിലും മത്സരിക്കാൻ പേര് കൊടുക്കണമെന്നില്ല. മത്സരമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ചില ഇടവകളിലൊക്കെ കാര്യമായ മത്സരമുണ്ട്. അപ്പം നമ്മളതിന് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നൊക്കെ ഒരു ആശങ്കയുണ്ട്. മത്സരം പോട്ടെന്ന് നമ്മൾ ആ എഫേർട്ട് എടുക്കുക, ശ്രമിക്കുക, ഒരു പുൽക്കൂട് ഒരുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് അതാണ്. നേരത്തെ തന്നെ ഹോംവർക്ക് അങ്ങ് പറയും. അവസാനം മറന്നു പോയിരിക്കാനാണ് നേരത്തെ തന്നെ ഹോംവർക്ക് പറയുന്നത്. ഹോംവർക്ക് സദ്വാർത്ത കൂടുന്ന എല്ലാ വീടുകളിലും ഒരു ചെറിയ പുൽക്കൂട് ഈ വർഷം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയിലേക്ക് വരാം. ഇന്നത്തെ ചിന്ത വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കേണ്ട ഒരു ചിന്തയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ ഈശോയുടെ ഈ ഇൻഫൻസി നറേഷനില്ലേ, ഈശോയുടെ ജനനത്തിൻ്റെ അറിയിപ്പ്, പിറവി, ആരംഭകാലം, അവൻ്റെ ശൈശവകാലം, ഈ രംഗങ്ങളെല്ലാം നോക്കുമ്പോഴല്ലോ, അതായത് ഇവന്മാർ മണ്ടന്മാരായിപ്പോയല്ലോ കർത്താവ് എന്ന് നമുക്ക് തോന്നുന്ന രണ്ട് കൂട്ടരുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ലോകമുള്ള കാലത്തോളം, മനുഷ്യനുള്ള കാലത്തോളം ആദരവോടെ സംസാരിക്കേണ്ടിയിരുന്ന, പ്രകീർത്തിക്കപ്പെടേണ്ടിയിരുന്ന രണ്ട് കൂട്ടർ. പക്ഷേ ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ ഒരു മിസ്ഡ് ചാൻസ് ആക്കി കളഞ്ഞ രണ്ട് കൂട്ടർ. ചിലപ്പോൾ നമുക്കൊക്കെ അങ്ങനത്തെ അപകടങ്ങൾ പറ്റും. അതുകൊണ്ട് ആ കൂട്ടരെയാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഹെറോദോസ്. എന്തായിരിക്കും ശരിക്കും എന്തൊരു ചാൻസാണ് ഹെറോദോസിന് കിട്ടിയത്? രണ്ടാമത്തെ കൂട്ടർ സത്രം ഉടമസ്ഥരോ സത്രം സൂക്ഷിപ്പുകാരോ. ഇവർക്ക് രണ്ടു പേർക്കും പറ്റിയ നഷ്ടം എന്താ? രണ്ടു പേർക്കും നല്ല ചാൻസ് കിട്ടിയതാ ഈശോയിലേക്ക് എത്താൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞത് കണക്ക് ദൈവപുത്രൻ്റെ ഇൻഫൻസി നറേഷൻ്റെ പിറവിയുമായും ശൈശവുമായും ബന്ധപ്പെട്ട് രേഖപ്പെട്ട ഈ സുവിശേഷ താളുകളിൽ എന്നും ഓർമ്മിക്കപ്പെടേണ്ട, മനുഷ്യ മനസ്സുകളിൽ നന്നായിട്ട് ഓർമ്മിക്കപ്പെടേണ്ട, അതിന് ചാൻസ് കിട്ടിയ രണ്ട് കൂട്ടരായിരുന്നു ഹെറോദോസും സത്രം സൂക്ഷിപ്പുകാരും. രണ്ടു കൂട്ടർക്കും അതിന് പറ്റിയില്ല.
എ ഗോൾഡൻ ചാൻസ് ഹാപ്പൻ ടു ബി എ മിസ്ഡ് ചാൻസ്. അതാണ് അവർക്ക് പറ്റിയ അപകടം. ഹെറോദോസിലേക്ക് വരാം. ഹെറോദോസാണ് ശരിക്കും ഡിസാസ്റ്ററായിട്ട് മാറിയത്. ഹെറോദോസാണ് ശരിക്കും നമ്മൾക്ക് ഇപ്പം എന്താ അറിയാമോ, നമുക്ക് എപ്പോഴും പറ്റുന്നൊരു അപകടം ബൈബിൾ വായിക്കുമ്പോൾ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം തുടങ്ങുന്നത് ജ്ഞാനികളുടെ സന്ദർശനം ഹെറോദോസ് രാജാവിൻ്റെ കാലത്ത് എന്ന് പറയാൻ തുടങ്ങുന്നത്. അത് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ കക്ഷി ഇതിപ്പോൾ അവസാനം കൊണ്ട് പുള്ളി കുളവാക്കും, പുള്ളി പിള്ളേരെ കൊല്ലാൻ വേണ്ടി കൽപ്പന ഇറക്കും. നമുക്കറിയാം ഹെറോദോസ് എന്താ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് എന്ത് പറ്റുന്ന അറിയാമോ, നമുക്ക് ആ വരികൾക്കിടയിലുള്ളതൊക്കെ മിസ്സാകും. നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് എന്നോടൊപ്പം ശ്രമിക്കേണ്ടത്, ആദ്യമായിട്ട് ഈ സംഭവം വായിക്കുന്ന, ആദ്യമായിട്ട് ഈ വിവരണം വായിക്കുന്ന ഒരാളുടെ കൗതുകത്തോടും താല്പര്യത്തോടും കൂടെ ഒന്ന് വായിച്ചേ. അപ്പോഴാണ് ഈ ഹെറോദോസ് എന്ന ക്യാരക്ടറിനെ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ, മുഴുവൻ വായിച്ച് പോവുമല്ല, എന്നാലും നിങ്ങൾക്ക് ആ നോട്ട് ചെയ്യേണ്ട ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് പോവുക. ബൈബിൾ തുറന്നു വെക്കുക. ഏത് മത്തായി സുവിശേഷം 2-ാം അധ്യായം തുറന്നു വെക്ക്, എന്നോടൊപ്പം യാത്ര ചെയ്യുക. ഈ കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ വഴിതെറ്റി ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവരോട് അന്വേഷിക്കുകയാണ്, കാര്യങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് 4-ാമത്തെ വാക്യം നോക്കുകയും, ഇങ്ങനൊരു വാർത്ത അറിഞ്ഞു, യഹൂദർക്കൊരു രാജാവ് പിറന്നു എന്ന് വാർത്ത അറിഞ്ഞു. 4-ാമത്തെ വാക്യം, അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി മിശിഹ എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. ഹെറോദോസ് എന്ന് വെച്ചാൽ ഒരു അന്വേഷണം ആരംഭിക്കുകയാണ്. ഹെറോദോസ് ഇങ്ങനെയൊക്കെ ഉണ്ടോ, വിവരമുള്ളവരെയൊക്കെ വിളിച്ചുകൂട്ടി. അങ്ങനെയാണല്ലോ നമുക്കൊക്കെ കൺസൾട്ടേഷൻ ബോഡി ഉണ്ടല്ലോ. ഒരു കൺസൾട്ടേഷൻ ബോഡി വിളിച്ചുകൂട്ടി. എന്നിട്ട് ചോദിച്ചു, ഇതൊക്കെ ഉള്ളതാണോ, മിശിഹ എവിടെയാണ് ജനിക്കുന്നത്? താഴോട്ട് വരുന്നു. അവർ പറഞ്ഞു, യൂദയായിലെ ബേത്ലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. എന്നിട്ട് ആ പ്രവചനം കൂട്ടിയുന്നു, യൂദയായിലെ ബേത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. അതായത് ഈ ആലോചനാ സംഘം, ഈ കൺസൾട്ടേഷൻ ബോഡി വന്ന് പ്രിസൈസ്ഡ്, ക്രിസ്റ്റൽ ക്ലിയർ ഉത്തരം കൊടുക്കുകയാണ് ഹെറോദോസിന്, യൂദയായിലെ ബേത്ലഹേമിൽ. അപ്പോൾ അടുത്തത് 7-ാമത്തെ വാക്യത്തിൽ. അപ്പം നമ്മൾ നോക്കുകയാണ്, ഈ കൊള്ളാലോ കക്ഷി. ആദ്യമായിട്ട് വായിക്കണേ, ആദ്യമായിട്ട് കേൾക്കുന്ന കൗതുകം കൊണ്ടാണേ. അപ്പം നമുക്ക് തോന്നും ഹെറോദോസ് ആൾ കൊള്ളാലോ, കാര്യങ്ങൾ വിളിച്ചു വരുത്തി ഒന്നും ഉറപ്പ് വരുത്തിയല്ലോ. ചുമ്മാ ഒരു കഥ കേട്ടതിൻ്റെ പേരിൽ ഒരു നക്ഷത്രം കണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ ഇറങ്ങി തിരിച്ചില്ലല്ലോ അവരെ പോലെ. ഹെറോദോസ് കാര്യങ്ങൾ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി. 7-ാമത്തെ വാക്യം, ഹെറോദോസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതെപ്പോഴെന്ന് സമയം അന്വേഷിക്കുന്നു. അതിനുശേഷം 8-ാമത്തെ വാക്യം, ബേത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, ശിശുവിനെ പറ്റി നിങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കുക, കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെ അറിയിക്കുക. ഈ ഭാഗം വരെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഹെറോദോസിനുള്ള ഇമേജ് നോർത്ത് നോക്കിക്കേ. ഒരു കാര്യം കേട്ടു, അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇവരിൽ നിന്ന് എടുക്കുന്നു. എന്ത്? സമയം കുറിക്കുന്നു, എപ്പോഴാണ് ജനിച്ചത്. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ പോയിട്ട് വന്നിട്ട് പറയണം. കാരണം എന്താ? എനിക്കും പോയി കാണണം, എനിക്കും പോയി ആരാധിക്കണം. എന്ത് നല്ല തങ്കപ്പെട്ട മനുഷ്യനാ, നമ്മുടെ സാധാരണ ഭാഷയെ പറഞ്ഞ എന്ത് നല്ല മനുഷ്യനാണ് ഹെറോദോസ്. എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ട് താഴേക്ക് വന്നിട്ട് 13-ാമത്തെ വാക്യം അവസാനം, ഹെറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടൻ അന്വേഷണം തുടങ്ങുമെന്ന് ദർശനം കിട്ടുകയാണ്. ആർക്ക്? യൗസേപ്പിന്. പെട്ടെന്ന് ഹെറോദോസിൻ്റെ സ്വഭാവം മാറുകയാണ്. അതായത് അതിൻ്റെ അങ്ങേ അറ്റം വരെ എത്തിയ ആളാണ് ഹെറോദോസ്. അറ്റം വരെ എത്തിയായിരുന്നു. അതായത് കാണുന്ന ഒരാൾക്ക് അയാളുടെ അന്വേഷണം, അയാളുടെ വാക്ക് എല്ലാം കർത്താവിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള അന്വേഷണവും വാക്കുകളുമായിരുന്നു. പക്ഷെ ആത്യന്തികമായിട്ട് ഡീപ്പ് ഇൻസൈഡ് അദ്ദേഹത്തിലൊരു വിരുദ്ധത, ദൈവികതയോടുള്ള ഒരു എതിർപ്പ് കിടന്നിരുന്നു. ആ വിരുദ്ധത, ആ നിഷേധം അയാൾക്ക് ആ ഗോൾഡൻ ചാൻസ്. ഈ ഭൂമിയിലെ ഒരു രാജാവാണ് ഹെറോദോസ്, ഒരു ഗവർണറാണ്, റോമൻ ഗവർണറാണ്. അദ്ദേഹത്തിന് ഉടയവനെ കാണാനുള്ള അവസരമായിരുന്നു, ആരാധിക്കാനുള്ള അവസരമായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. ഒരു ഗോൾഡൻ ചാൻസ്. അന്വേഷണം നടന്നു. ചിലപ്പോൾ നമുക്കൊക്കെ അങ്ങനെയാണ്, അന്വേഷണമൊക്കെ നടക്കും. ചെറുപ്പം തൊട്ടേ ഭയങ്കര പുസ്തക വായന, കാര്യങ്ങൾ അന്വേഷിക്കുന്നു, എല്ലാത്തിനെക്കുറിച്ച്. ചില മനുഷ്യരുണ്ട്, ബുദ്ധിജീവികളുണ്ട്, ബുദ്ധിരാക്ഷസന്മാരുണ്ട്, എല്ലാത്തിനെക്കുറിച്ചും കൃത്യ അറിവുണ്ട്, ഭയങ്കര അറിവുണ്ട്. അവരുടെ സുഹൃത്ത് സംഘങ്ങൾ ഇത്തരം ഡിസ്കഷൻ നടത്തുന്ന ആൾക്കാരാണ്. അവരുമൊക്കെ ഒത്തിരി അറിവ് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഈ വിഷയം, ഈ ആത്മീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരോട് സംസാരിക്കുന്നു, അവരിൽ നിന്ന് അറിവ് സ്വീകരിക്കുന്നു. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഞങ്ങളോടൊക്കെ സംസാരിക്കാൻ വരാറുണ്ടേ. എന്ന് വെച്ചാൽ അവർ ബുദ്ധിയുടെ മേഖലയിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. ബുദ്ധി വേണം നിശ്ചയമായിട്ട്, റീസണിങ് കർത്താവ് തന്നതാണ്, അത് വേണം. അത് വെച്ച് സംസാരിക്കും, കാര്യങ്ങൾ ചോദിച്ചറിയും. പക്ഷെ ഇതിൻ്റെ എല്ലാ അവസാനത്തെ തീരുമാനം എന്തെന്നുള്ളതാണ്. പലരും ഇന്ന് ദൈവത്തെ അന്വേഷിക്കുന്നത് ദൈവത്തെ കൊല്ലാനാണോ എന്ന് ആലോചിക്കേണ്ടത്. നമ്മുടെ ദൈവാന്വേഷണങ്ങളുടെ അവസാനം നടക്കുന്നത് ദൈവാരാധനയാണോ അതോ ദൈവനിഷേധമാണോ?
ഹെറോദോസ് ആ വഴികളെല്ലാം കറക്റ്റ്, പക്ഷെ ഒടുക്കം കൊണ്ട് കർത്താവിനെ നിഷേധിച്ചു കളഞ്ഞു. നമുക്കുള്ള അപകട സാധ്യതയുടെ പേരാണ് ഹെറോദോസ്. നമുക്കുള്ള അപകട സാധ്യതയുടെ പേരാണ് ഹെറോദോസ്. എല്ലാം ചെയ്യും, കാര്യങ്ങൾ ചോദിക്കും, പഠിക്കും, മനസ്സിലാക്കും, ആരാധിക്കുമെന്ന് പറയും, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറയും, ചെയ്യണമെന്ന് പറയും. എല്ലാത്തിൻ്റെ ഒടുക്കം ദൈവനിഷേധം. ഹെറോദോസ് നമുക്കുള്ളിലെ അപകട സാധ്യതയുടെ പേരാണ്. ഓർത്ത് വെക്കുക, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഹാപ്പൻ ടു ബി എ മിസ്ഡ് ചാൻസ് ഹെറോദോസിന്. അടുത്തത് സത്രം. സത്രത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം അത് ആ ഒറ്റ വാക്യത്തിലേ ഉള്ളൂ. പിന്നെ നമ്മളത് വിഷ്വൽസ് ഒക്കെ കണ്ടും സിനിമയൊക്കെ കണ്ടുമാണ് നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഇമേജ്. യൗസേ പിതാവ് ഒരു കഴുതപ്പുറത്ത് മറിയത്തെ കയറ്റിയിരുത്തി, നിറവയറുമായിട്ട് മറിയം ഇങ്ങനെ പ്രസവ വേദനയിൽ പുളയുന്ന മറിയം ചെന്ന് ഓരോ വാതിലിൻ്റെ മുമ്പിൽ മുട്ടുന്നു. അവരപ്പം സ്ഥലമില്ലെന്ന് പറഞ്ഞ് വാതിൽ കൊട്ടി അടയ്ക്കുന്നു. ഒടുക്കം ഒരു കാലിത്തൊഴുത്തിൽ ഈ കച്ചി കൊണ്ട് മെത്തയൊരുക്കി അതിൻ്റെ മുകളിൽ മറിയം ഉണ്ണിമിശിഹായെ പ്രസവിച്ചിടുന്നു. അത്തരം വിഷ്വൽസ് നമ്മുടെ തലയെ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബൈബിളിൽ കിടക്കുന്ന ഒരു ഒറ്റ വാക്യമുള്ളത് ഇങ്ങനെയാണത്. ലൂക്ക 2:7 അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഒരു സത്രം ഈ മിശിഹാ തമ്പുരാൻ്റെ നേരെ, തിരുക്കുടുംബത്തിൻ്റെ നേരെ കൊട്ടി അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ശരിക്കും അവർക്ക് കിട്ടിയ ചാൻസ് ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട്. അതായത് അവരെങ്ങാനും ഒരു കിടക്ക കൊടുത്തിരുന്നെങ്കിലേ, ഈ നിറവയറുമായി വന്ന മറിയത്തിനെ ഒരു മൂലയ്ക്ക്, ഒരു മുറിയുടെ മൂലയ്ക്ക് ഒരു കിടക്ക എങ്ങാനും കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ പുൽക്കൂടിന് പകരം സത്രം പണിയില്ലായിരുന്നു. നമ്മൾ പുൽക്കൂടിന് പകരം സത്രമല്ലായിരുന്നു പണിത് വെക്കേണ്ടത്. കാരണം ഈശോ പിറന്ന ഇടമല്ലേ അത്. ആ ചാൻസ് അല്ലേ അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. ചിലപ്പോൾ അങ്ങനെയാണ്, ബൈ ചാൻസ് ചില ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ കിട്ടും. മറ്റത് ഹെറോദോസ് എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു, അറിഞ്ഞു, പഠിച്ചു, കാര്യങ്ങൾ ഡീറ്റെയിൽസ് കിട്ടി, എന്നിട്ടും അവൻ നോ പറഞ്ഞു. ഇവിടെ സത്രത്തിന് അത്രയൊന്നുമില്ല, ആരാ എന്താണെന്ന് അറിയത്തുന്നില്ല. പക്ഷേ ദൈവം ഒരിക്കൽ നമ്മുടെ വീട്ടുപടിക്കൽ വന്നൊന്ന് മുട്ടും. ചിലപ്പോൾ അങ്ങനെയാണ് ചില ചാൻസ് നമ്മുടെ ജീവിതത്തിൽ, ചില ചാൻസ്, ചില ദൈവീക പദ്ധതിയുടെ ഭാഗമായി നമ്മളെ കണ്ണി ചേർക്കാൻ ഒരവസരം നമ്മുടെ മുമ്പിൽ വന്ന് മുട്ടും. നിഷേധം കാണിക്കരുത്. ദൈവീക പദ്ധതി നേരെ, ഒപ്പം നന്മ ചെയ്യാൻ കിട്ടുന്ന സാധ്യതകളുടെ നേരെ നിഷേധം പുലർത്തരുത്. ഒരുപക്ഷെ ആരറിഞ്ഞു നീ വാതിൽ കൊട്ടി അടയ്ക്കുന്നത് ദൈവപുത്രനും തിരുക്കുടുംബത്തിനും നേരെയാണെന്ന്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പരിമിതികളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മയ്ക്ക് എന്തെങ്കിലും സാധ്യത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ നന്മ ചെയ്തു കൊടുക്കുക. ഈ സത്രം ഇവിടെ നിൽക്കട്ടെ. ഈ വേറൊരു സത്രം ഉടനെ ഓർമ്മ വരും. ഒരു സത്രം ഇവിടെ തിരുക്കുടുംബത്തിന് നേരെ വാതിൽ കൊട്ടിയടച്ച ഒരു സത്രം. സുവിശേഷത്തിൽ എവിടെങ്കിലും വേറെ ഒരു സത്രം ആർക്കെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? വീണ്ടും നമുക്കുള്ള ടാസ്ക്കാണ്. അങ്ങനെ കിട്ടിയവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു നോക്കുകയും, സുവിശേഷത്തിൽ ഒരു സത്രം ഇവിടെ ഈശോയ്ക്ക് നേരെ, തിരുക്കുടുംബത്തിന് നേരെ വാതിൽ കൊട്ടിയടച്ചു. വേറെ എവിടെങ്കിലും സത്രം ഉണ്ടോ സുവിശേഷത്തിൽ? ഉണ്ട്. ഈശോ പറഞ്ഞ ഉപമയിലെ, സമരിയാക്കാരൻ്റെ ഉപമയിലെ സത്രം. മുറിവേറ്റവനെ എണ്ണ വെച്ചും വീഞ്ഞു വെച്ചും കഴുകി മുറിവ് കെട്ടി കഴുതപ്പുറത്തേറ്റി ഈ സമരിയാക്കാരൻ മുറിവേറ്റവനെ കൊണ്ടുപോയി ആക്കിയൊരു സത്രമില്ലേ? ഏതാ സത്രം? ആ സത്രത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളിൽ കിടക്കുന്നത് ആ സത്രം തിരുസഭയാണെന്നാണ്. പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ ഈ സത്രത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് തിരുസഭയാണ്. ഈ സത്രം എങ്ങനെയാണ് സഭ സത്രമാകുന്നത്? മുറിവേറ്റവർക്ക് ഇടം കൊടുക്കുന്ന ഇടത്തിൻ്റെ പേരാണ് സത്രം. മുറിവേറ്റവർക്ക്. ഇതാരാണ് ഈ സമരിയാക്കാരൻ? മിശിഹാ തമ്പുരാൻ. മിശിഹ മുറിവേറ്റവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഇടമാണ് സത്രം. എന്നിട്ട് എന്ത് ചെയ്തു? 2 ദനാറ കൊടുത്തു. ആ 2 ദനാറയ്ക്കുള്ള വ്യാഖ്യാനം വചനവും കൂദാശകളും. വചനം കൊണ്ടും കൂദാശ കൊണ്ടും മുറിവേറ്റവരെ പരിപാലിക്കുക. എന്നിട്ട് ഒടുക്കം ഒരു വാഗ്ദാനം കൊടുത്തിട്ടാണ് സമരിയാക്കാരൻ പോകുന്നത്. അത് സഭയുടെ കാര്യത്തിൽ അങ്ങേയറ്റം അർത്ഥവത്തല്ലേ? ആ സമരിയാക്കാരൻ മിശിഹ സത്രത്തോട്, സഭയോട് പറയുകയാണ്, വേണ്ടതൊക്കെ ചെയ്തോണം, അധികമായി വലുതും ചെലവായാൽ ഞാൻ ഇനിയും വരുമ്പോൾ തന്നോളാം. എന്താ അത്? അവൻ രണ്ടാം വരവിൽ സഭയുടെ കുറവ് തീർക്കും. അവൻ സഭയ്ക്ക് പരിഹാരം ചെയ്യും, സഭയെ ഉയർത്തും. പള്ളി കൂദാശാക്കാലം, ആരാധനാവത്സരത്തിൻ്റെ അവസാന കാലം, പള്ളി കൂദാശാക്കാലം, സഭയെ ഉയർത്തും, കൂദാശയും. അപ്പം നമ്മൾ ഓർക്കേണ്ടത് നമ്മളാണ് സഭ. ഈ ഇന്നത്തെ സദ്വാർത്തയുടെ ഈ എപ്പിസോഡിൽ ഓരോരുത്തരും സഭയുടെ ഭാഗമായി ചിന്തിക്കണം. ഒരു ഇടവക സമൂഹമായി, ഒരു കുടുംബമായി, ഒരു രൂപതയായി സഭ മുഴുവനോടും കൂടെ ചിന്തിക്കേണ്ടത്, ഇന്ന് ഞാൻ അംഗമായിരിക്കുന്ന സഭ
അശരണരുടെ മേൽ, ആലംബഹീനരുടെ മേൽ വാതിൽ കൊട്ടിയടയ്ക്കുന്ന സഭയാണോ, അതോ സമരിയാക്കാരൻ്റെ ഉപമയിലെ മുറിവേറ്റവർക്കിടം കൊടുക്കുന്ന സത്രമാണോ എന്ന് ചോദിക്കണം. മുറിവേറ്റവർക്കിടം കൊടുക്കണം. ഒന്ന് വീണുപോയവർക്ക്, ഒന്ന് കുറവ് സംഭവിച്ചവർക്ക്, പാപം ചെയ്തവർക്കിടമുണ്ടെന്നേ. മാർപ്പാപ്പ നിങ്ങൾ ഈ അടുത്തും ഒരു വിവാദമായതാണ്, ആശീർവാദം കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ല, ഇടറിപ്പോയവർക്ക് ആശീർവാദം കൊടുക്കണം, അവർ വന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥന കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു വിവാദമായിരുന്നു ഇവിടെ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ, എല്ലാ മുറിവേറ്റവർക്കും, ഏത് പാപിക്കും, എത്ര ഇടറിപ്പോയവർക്കും ഇടമുള്ള ഇടത്തിൻ്റെ പേരാണ് സത്രം, സഭ, ഈ സഭ. അതുകൊണ്ട് നമ്മുടെ മനസ്സ്, രണ്ട് സത്രത്തിൻ്റെ സാധ്യതകൾ നമ്മുടെ മനസ്സിലുണ്ടെന്ന് ഓർത്തേക്ക്. സഭ എന്ന രീതിയിൽ ചിന്തിച്ചു, ഇനി നമ്മളിലേക്ക് വരട്ടെ. എൻ്റെ മനസ്സിലും രണ്ട് സത്രത്തിൻ്റെ സാധ്യതകളുണ്ട്. ഒന്നാമത്തെ സത്രം തിരുക്കുടുംബത്തിന് നേരെ വാതിൽ കൊട്ടിയടച്ച സത്രം. തിരുക്കുടുംബത്തിന് നേരെ വാതിൽ കൊട്ടിയടച്ച സത്രം. ഞാൻ അങ്ങനൊരു മനസ്സുമായിട്ടാണോ ജീവിക്കുന്നത്? എല്ലാവരുടെ നേരെയും വാതിൽ കൊട്ടിയടച്ച്, ആർക്കു വേണ്ടിയും ഒരല്പം പോലും ഇടം ഹൃദയത്തിലും ജീവിതത്തിലും കൊടുക്കാത്ത, വല്ലാണ്ട് ഇങ്ങനെ എക്സ്ക്ലൂസീവായിട്ട് മാറിയ ഒരു ജീവിതമാണോ എൻ്റെ ജീവിതം? അടുത്തത് മറ്റൊരു സാധ്യത സമരിയാക്കാരൻ്റെ ഉപമയിലെ സത്രമാണ്. അതെന്താണ്? ഇടം കൊടുക്കുന്ന സത്രം. ഇടം കൊടുക്കുന്ന മനസ്സ്. വീണുപോയവർക്ക് ഇടം കൊടുക്കുന്ന, ആലംബഹീനർക്ക് ഇടം കൊടുക്കുന്നൊരു മനസ്സ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരിക്കലും ഒരു ചാൻസും മിസ്ഡ് ചാൻസ് ആയിട്ട് മാറില്ല. എല്ലാം നമുക്കുള്ള ഈച്ച് ഓപ്പർച്യൂണിറ്റി നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് മാറും. ഓരോ അവസരവും നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. പ്രിയമുള്ളവരെ, ഇന്നത്തെ സദ്വാർത്തയിൽ നമ്മൾ ചിന്തിച്ചത് രണ്ട് പേരെയാണ്. ഒന്ന് ഹെറോദോസ്, മറ്റൊന്ന് ആ സത്രം ഉടമസ്ഥർ അല്ലെങ്കിൽ സത്രം സൂക്ഷിപ്പുകാർ. എന്താ പറ്റിയത്? ഒരു ഗോൾഡൻ ചാൻസിനെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയായി മാറ്റിക്കളഞ്ഞു. നമ്മൾ ഓർക്കണേ, നമ്മുടെ മുമ്പിലൊക്കെ അല്പം പെയിൻഫുൾ ആയിരിക്കും പലതുമേ. ഒന്ന് ഞെരുങ്ങണം, നമ്മൾ ഒന്ന് ഒതുങ്ങിക്കൊടുക്കണം, അപ്പോഴാണ് മറ്റൊരാൾക്ക് ഇടം കൊടുക്കുന്നത്. പക്ഷേ ഇടം കൊടുക്കാത്ത ഈ വെറുപ്പിൻ്റെ ചങ്ങലയെ അനന്തതയോളം കൊണ്ടുപോകരുത്. ഞാൻ മുമ്പൊരിക്കലും പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ ഞാൻ ട്രെയിനിൽ പോയപ്പോൾ, ഈ ട്രെയിനിലെ സ്ലീപ്പറിലെ സീറ്റ് 4-5 പേർക്കൊക്കെ വേണമെന്ന് വെച്ചാൽ ഇരിക്കാം. ഞങ്ങളൊന്ന് 3 പേരാണ് ഇരിക്കുന്നത്. അപ്പോൾ 4ാമതൊരാൾ ഇരിക്കാൻ വേണ്ടി, പകലൊക്കെ ആകുമ്പോൾ സ്ലീപ്പറിനകത്ത് ആൾ കയറുമല്ലോ, അവർ വന്നിരിക്കും. അപ്പോൾ വേറൊരാൾ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ അല്പം കൂടെ ഒന്ന് വിരിഞ്ഞിരുന്നു. അതായത് ആ ആൾക്ക് സ്ഥലമില്ല അവിടെ. അതാണ് ഇയാൾ കാണിക്കുന്നത്, സ്ഥലമില്ല, 4ാമതൊരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ കൗതുകത്തിൻ്റെ പുറത്ത്, ഞാൻ അച്ഛനാണെന്നും ആൾക്കറിയത്തില്ല, ഞാൻ ചോദിച്ചു, ചേട്ടാ നമ്മളൊന്ന് ഒതുങ്ങിയിരുന്ന് കൊടുത്ത് ആ ചേട്ടനും കൂടി ഇരിക്കാമല്ലോ. അപ്പോൾ ഈ ചേട്ടൻ്റെ മറുപടിയാണ് എന്നെ ചിരിപ്പിച്ച് കളഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ നിന്നപ്പോൾ അന്നിരുന്നവന്മാർ എനിക്ക് സ്ഥലം തന്നില്ലെന്ന്, അതുകൊണ്ട് ഞാൻ ഇനി സ്ഥലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ ഇത്? ഇടം കൊടുക്കാത്ത, മറ്റൊരാൾക്ക് ഇടം കൊടുക്കാത്ത വെറുപ്പിൻ്റെ ചങ്ങലയെ കണ്ണി ചേർത്ത് കൊണ്ടുപോകണോ, അതോ ആ വെറുപ്പിനെ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് ഒന്ന് ഞെരുങ്ങി ഒന്നൊതുങ്ങി മറ്റൊരാൾക്കിടം കൊടുക്കുന്ന സമരിയാക്കാരൻ്റെ കഥയിലെ സത്രമായി നമുക്ക് മാറണോ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുറവുകളെ 2ാം വരവിൽ അവൻ പരിഹരിക്കും. നമുക്ക് വന്ന നഷ്ടത്തെ, നമുക്ക് വന്ന സങ്കടത്തെ, നമുക്ക് വന്ന അസൗകര്യങ്ങളെ 2ാം വരവിൽ ഈശോ പരിഹരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിക്കണം. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈ വിചാരങ്ങളോടെ തിരുമുമ്പാകെ മുട്ടിന്മേൽ നിൽക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായോജ്യമേ, ഒരു നാളിലും പിരിയാത്ത എൻ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന ഗീതം പാടാം, ആ തിരുനാമത്തെ
ദർശനം ഞാനറിഞ്ഞു. നിരുപമ സ്നേഹമേ എൻ്റെ ഉള്ളം നവശാന്തിയാലേ നീ നിറച്ചു. നിരുപമ സ്നേഹമേ എൻ്റെ ഉള്ളം നവശാന്തിയാലേ നീ നിറച്ചു. ആരാധന ഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഈശോയെ, പരിശുദ്ധനെ, നിനക്ക് ആരാധന. കർത്താവേ, ഞങ്ങളിലേക്ക് ചൊരിയുന്ന ഈ കൃപയെ ഓർത്ത്, അനുഗ്രഹത്തിൻ്റെ ഈ നിമിഷങ്ങളെ ഓർത്ത് നിനക്ക് നന്ദി ഈശോ. കർത്താവേ, ഞങ്ങളുടെ കുടുംബം ഒരുമിച്ച് തിരുമുമ്പാകെ നിന്ന് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങൾ സമർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ദേവാലയമോ ദൈവാരാധനയോ അടുത്തില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, ഈശോ, അവർക്ക് വലിയ ആശ്വാസമാണ് ഈ ആരാധനയുടെ നിമിഷങ്ങളെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ അധികമായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ ചുവട്ടിൽ നിരിക്കാൻ കൊതിച്ച്, ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ കൊതിച്ച്, എന്നാൽ അതിനുള്ള സാഹചര്യം അനുവദിക്കാത്തതിൻ്റെ പരിമിതിയിൽ നിൽക്കുന്നവർ, ജീവിക്കുന്നവർ, അവരുടെ സങ്കടങ്ങളെ, ആഗ്രഹങ്ങളെ ഞങ്ങൾ പ്രാർത്ഥനയാക്കട്ടെ. ദൈവജനമേ, നമുക്ക് മെല്ലെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ചേർന്ന്, പ്രത്യേകിച്ച് വിദേശ നാടുകളിൽ പ്രവാസത്തിലായിരിക്കുന്നവർ, കുടുംബാംഗങ്ങൾ നാട്ടിൽ എന്നാൽ മറ്റൊരു ദേശത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, ജോലി ഭാരത്താൽ വലയുന്നവർ, ജോലിയില്ലാത്തതിൻ്റെ, വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടാത്തതിൻ്റെ ആശങ്കയിലായിരിക്കുന്നവർ, കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നവർ, ജീവിത പങ്കാളിയുമായി അകലത്തിൽ ജീവിക്കേണ്ടി വരുന്നവർ, പ്രത്യേകിച്ച് ജോലിയുമായി ബന്ധപ്പെട്ട് നിർബന്ധിതരാകുന്നവർ, അവരുടെയൊക്കെ പ്രാർത്ഥനകളെ സമർപ്പിച്ച് അവരോടും ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കും. ദൈവജനമേ, നമുക്കൊരല്പനേരം ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യമേ, നിനക്ക് ആരാധന എന്ന മനസ്സോടെ പരിശുദ്ധ കുർബാനയ്ക്ക് മഹത്വം കരയേറ്റി നമുക്ക് ഈശോയെ സ്തുതിക്കാം. എല്ലാവരുടെയും അധരങ്ങളിൽ നിന്ന് ദൈവസ്തുതി ഉയരട്ടെ. വലിയ എളിമയോടെ, സമർപ്പണ ഭാവത്തോടെ ഈശോയെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോ, ഈശോ, ഈശോ. ആരാധന കർത്താവേ, നിനക്ക് മഹത്വം, 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 മഹത്വം. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ. ഓ ദിവ്യകാരുണ്യമേ, നിനക്ക് ആരാധന. ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ട വചനം ഹേറോദോസിനും സത്രം സൂക്ഷിപ്പുകാർക്കും സംഭവിച്ച ഒരു മണ്ടത്തരം, ആ മണ്ടത്തരം തിന്മയായി ഭവിക്കുന്നു. കർത്താവേ, നിന്നെ കാണാനും നിന്നെ സ്വീകരിക്കാനുമൊക്കെ അവർക്ക് ലഭിച്ച അസുലഭ ഭാഗ്യം, എന്നാൽ അവരതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. കർത്താവേ, നിന്നിലേക്ക് ഒരു തുറവി ഞങ്ങൾക്കുണ്ടാകണമെങ്കിൽ
എല്ലാം നിന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അറിയുന്നു. എല്ലാം നീ നൽകിയതാണെന്നും ജീവിതം മുഴുവൻ നിന്റെ സ്നേഹമാണെന്നും തിരിച്ചറിയുന്നവർക്കല്ലേ കർത്താവേ നിന്നിലേക്ക് വീണ്ടും ഹൃദയവാതിലുകളെ തുറന്നിടാൻ കഴിയോ? ഈശോയെ, യോഗ്യത നോക്കാതെ എന്നിലേക്ക് അനുഗ്രഹങ്ങൾ ഒത്തിരി ചൊരിഞ്ഞ എൻ്റെ കർത്താവ് തമ്പുരാനേ, നിനക്ക് ആരാധന. ദൈവജനമേ, ഈശോയിലേക്കും മറ്റുള്ളവരിലേക്കും ഹൃദയം തുറന്നിടാനുള്ള എളുപ്പവഴി കർത്താവ് അവൻ്റെ കണ്ണും അവൻ്റെ ഹൃദയവും നമുക്ക് വേണ്ടി തുറന്നതുകൊണ്ടാണ്, സ്നേഹത്തോടെ തുറന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്നുള്ള തിരിച്ചറിവാണ്. കർത്താവിൻ്റെ കരുണയുടെ പങ്കുപറ്റിയവർ ആ കരുണ തിരികെ കർത്താവിലേക്ക്, അവൻ്റെ മുഖമുള്ള അശരണരിലേക്ക്, പാപങ്ങളിലേക്ക് തുറക്കാൻ കഴിയട്ടെ. കർത്താവേ, നിന്റെ സ്നേഹം ഞാൻ അനുഭവിക്കട്ടെ. നിന്റെ സ്നേഹത്തിന് പ്രതിനന്ദിയായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ എന്നോട് കാട്ടിയ കരുണയ്ക്ക്, നീ എൻ്റെ മേൽ ചൊരിഞ്ഞ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾക്ക് പകരമായി, ഓ സ്നേഹത്തിൻ്റെ കടലേ, ക്ഷമയുടെ സാഗരമേ, നീ ചൊരിഞ്ഞ കൃപകൾക്ക് പകരമായി ഞാൻ നിനക്ക് എന്തു നൽകും? യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ? സ്നേഹമേ, നിൻ ഹൃദയം ക്ഷമയോടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ? ഈശോയെ, ഹെറോദോസിന് പറ്റിയൊരു അപകടം, നിന്റെ നേരെ നോക്കാൻ എല്ലാ അവസരവും ഉണ്ടായിരുന്നിട്ടും അവൻ മുഖം തിരിച്ചു കളഞ്ഞു. അങ്ങനെ വന്നപ്പോ ഒരസ്വസ്ഥത അവൻ്റെ കൂടെ കൂടി. ഒന്നിലും തൃപ്തി കണ്ടെത്താനാകാത്ത, ഒന്നിലും സന്തോഷം കണ്ടെത്താനാകാത്ത ഒരസ്വസ്ഥത ഹെറോദോസിന്റെ ഭാഗമായി മാറി. കർത്താവേ, എപ്പോഴൊക്കെ പാപത്തിൻ്റെ മോഹങ്ങളേറിയിട്ട് നിനക്ക് നേരെ ഞാൻ എൻ്റെ ഹൃദയത്തെ അടച്ചിട്ടിട്ടുണ്ടോ, അപ്പോഴൊക്കെ അതിൻ്റെ ബാക്കിയായി ഒരു അസ്വസ്ഥത എന്നെ വേട്ടയാടിയിട്ടുണ്ട്. കർത്താവേ, ഇത്തിരി സുഖങ്ങൾ, ഈ കാലത്തിൻ്റെ നിമിഷ സുഖങ്ങൾ തേടി ഞാൻ നിനക്ക് നേരെ മുഖം തിരിച്ചപ്പോ, നിന്നിൽ നിന്നും മുഖമെടുത്തപ്പോ എനിക്ക് സംഭവിച്ചത് നഷ്ടദുരിതങ്ങൾ ഏറി. കർത്താവേ, നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമെന്ന് ഞാൻ മറന്നു പോകുന്നു. ദൈവജനമേ, ഇതേ അപകടം ഹെറോദോസിന് സംഭവിച്ച അതേ അപകടം, ഇത്തിരി നഷ്ടങ്ങളെ ഭയന്ന്, ഒരുപക്ഷെ ഹെറോദോസ് ഭയന്നത് അവൻ്റെ സിംഹാസനം നഷ്ടപ്പെട്ടു പോകുമെന്നായിരിക്കണം. ഇത്തിരി നഷ്ടങ്ങളെ മറന്ന് ഉടയവനിൽ നിന്ന് അകലം പാലിക്കുമ്പോൾ ജീവിതം തന്നെ ദുരിതപൂർണമാകുമെന്ന്, അസ്വസ്ഥതകളുടെ തുടർക്കഥയായി ജീവിതം മാറുമെന്ന് ഞാൻ എന്നാണപ്പാ ഇനി തിരിച്ചറിയുന്നത്? മനസുഖം എങ്ങു പോയി, എനിക്കില്ല ശാന്തി തെല്ലും, നിമിഷ സുഖം നുകരാൻ കരളിനു ദാഹമെന്നും, സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥാ, പകയുടെ തീക്കനലായി മുറിവുകളേറി എന്നിൽ ഈശോ പറയൂ നീ, ഞാൻ യോഗ്യയോ?
യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. ഈശോയെ, പലപ്പോഴും നിനക്കു നേരെയും സഹജീവികൾക്ക് നേരെയും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ കതകുകൾ വലിച്ചടച്ചത് എന്നിൽ തന്നെ ഞാൻ പൂർണ്ണത കണ്ടെത്താൻ ശ്രമിച്ചതാണ്. എൻ്റെ കർത്താവേ, എനിക്ക് അപകടം പലപ്പോഴും സംഭവിച്ചു പോകുന്നു. എനിക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ലെന്ന്, എൻ്റെ കഴിവിൽ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നിടത്ത് എന്നിൽ തന്നെ ആശ്രയം കണ്ടെത്താൻ ഞാൻ തീരുമാനിക്കുന്നിടത്ത് എൻ്റെ വീഴ്ച ആരംഭിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയട്ടെ. കർത്താവേ, ഞാൻ മറന്നു പോകുന്നത് ഇത്രത്തോളം ഞാൻ എത്തിയത് ഒരുപാട് പേര് സഹായത്തിൻ്റെ ഹസ്തം എൻ്റെ നേരെ നീട്ടിയത് കൊണ്ടാണ്. എൻ്റെ വഴികളിൽ നീ ഒരുപാട് സുമനസ്സുകളെ ഒരുക്കി വെച്ചിരുന്നല്ലോ കർത്താവേ. ഇന്നല്ലേ മറ്റൊരാളുടെ സഹായം വേണ്ടെന്ന് പറയാൻ തക്കവിധം എന്തോ ആണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. എനിക്കും ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു ഈശോ. വലിയ ഔദാര്യത്തോടെ, വലിയ കരുണയോടെ ഒട്ടനവധി പേർ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ പര്യായം എന്നതുപോലെ ഇടപെട്ട നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് കർത്താവേ. ആ അനുഭവങ്ങളെ, ആ ഓർമ്മകളെ സൗകര്യപൂർവ്വം മറന്നിട്ടാണല്ലോ പലരുടെയും നേർക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ അടച്ചിടുന്നത്. കർത്താവേ, അങ്ങനെ അടച്ചടച്ച് ഒരു തുരുത്തായി ഞാൻ മാറുമ്പോൾ, എൻ്റെ കഴിവിൽ അഹങ്കരിച്ച് മുൻപിൽ കൈനീട്ടുന്നൊരു നിസാരനെ, ഒരു എളിയവനെ കാണാനാകാത്ത വിധം എന്നിൽ തന്നെ ഞാൻ നിഗളം ശീലിച്ചു തുടങ്ങുമ്പോൾ, കർത്താവെ, ഞാൻ അറിയുന്നു എല്ലാം നിന്റെ ദാനമായിരുന്നുവെന്ന്. നീ തന്നതുകൊണ്ടാണ് ഇത്രത്തോളം എത്തിയതെന്ന്. ഞങ്ങൾ കേട്ടതുപോലെ സമരിയാക്കാരൻ്റെ ഉപമയിലെ സത്രമെന്നതുപോലെ മുറിവേറ്റവർക്കും വീണുപോയവർക്കും ഒരിടം എൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകട്ടെ ഈശോ. അത് സഭയുടെ മനസ്സാകട്ടെ കർത്താവേ. മുറിവേറ്റവർക്കിടമുള്ള ഒരിടമായി എൻ്റെ ജീവിതവും സഭയും മാറട്ടെ കർത്താവേ. പ്രാർത്ഥിക്കാം. നിരന്തരമിൻ കഴിവിൽ അഹങ്കരിച്ചാശ്രയിച്ചു പലരുടെ സന്മനസാ ഉയർന്നതു ഞാൻ മറന്നു. അടച്ചൊരു കോട്ട പോലായി ഹൃദയത്തിൻ വാതിലെന്നും എളിയവർ വന്നിടുമ്പോൾ തിരക്കിൻ്റെ ഭാരത്താൽ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.